കഴിഞ്ഞ ദിവസം 15-ാം തീയതി കരുവാരക്കുണ്ട് പോലീസ് സ്റ്റേഷൻ പരിധിയിൽ നിന്ന് ഒരു മിസ്സിംഗ് ഇൻഫർമേഷനായിട്ട് ഒരു പെൺകുട്ടിയുടെ മിസ്സിംഗ് ആയിട്ട് രജിസ്റ്റർ ചെയ്ത കേരള പോലീസ് ആക്ട് 57 പ്രകാരം എടുത്ത ക്രൈമിൻ്റെ ഇൻവെസ്റ്റിഗേഷൻ അതിൽ നിന്ന് വെളിവായിരുന്നത് ഈ കുട്ടി കൊലപാതകം ചെയ്യപ്പെട്ടു എന്നുള്ളൊരു ഇൻഫർമേഷനാണ് മനസ്സിലാകുന്നത്. നിങ്ങൾ ഓൾറെഡി അറിഞ്ഞു കാണും. ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഈ കുട്ടിയുടെ ഒരു ആൺ സുഹൃത്ത് 18 വയസ്സിൽ താഴെയുള്ള ഒരു ആൺ സുഹൃത്താണ് ഈ കൃത്യം ചെയ്തതായിട്ട് നിലവിൽ മനസ്സിലായിട്ടുള്ളത്. അതിൻ്റെ കൺഫെഷൻ്റും മറ്റും അടിസ്ഥാനത്തിൽ കുട്ടിയുടെ മരണപ്പെട്ട പെൺകുട്ടിയുടെ മൃതശരീരം നമ്മൾ ഇന്നലെ റിക്കവർ ചെയ്തിരുന്നു. വണ്ടൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിലാണ് നടന്നത്. അതിനുശേഷമുള്ള ഇൻക്വസ്റ്റ് നടപടിക്രമങ്ങൾ കഴിഞ്ഞു. ഇന്നിപ്പോൾ പോസ്റ്റ്മോർട്ടം നടന്നുകൊണ്ടിരിക്കുന്നതാണ്. ഇപ്പം നിലവിൽ ഉള്ള റിവീലേഷൻസ് പ്രകാരം ഈ കുട്ടി ബലാത്സംഗം ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതും ഇതേ പ്രതി തന്നെ ആ ഒഫൻസ് കൂടി നടത്തിയതായിട്ടുള്ളതാണ് നിലവിൽ മനസ്സിലായിട്ടുള്ളത്. പക്ഷെ അതിൻ്റെ കൺഫർമേഷൻ, അതിൻ്റെ കൂടുതലായിട്ടുള്ള തെളിവുകളെല്ലാം തന്നെ ഇന്ന് പോസ്റ്റ്മോർട്ടത്തിൻ്റെ ഭാഗമായിട്ട് ശേഖരിക്കുന്നതായിരിക്കും. ഈ പ്രതി അഥവാ ചൈൽഡ് ഇൻ കോൺഫ്ലിക്റ്റ് വിത്ത് ലോ ആ ബേസിസിൽ കുട്ടിയെ ഇന്നലെ നമ്മൾ അപ്രിഹെൻഡ് ചെയ്തിട്ടുണ്ട്. അപ്രിഹെൻഷൻ എന്ന് പറയുന്നത് നമ്മൾ അറസ്റ്റ് എന്നല്ല ഈ ടേം ഉപയോഗിക്കുന്നത്, അതിന് അപ്രിഹെൻഷൻ പ്രൊസീജിയർ എന്നാണ് പറയുന്നത്. അതിനുശേഷം ഇന്ന് രാവിലെ കുട്ടിയെ നമ്മൾ ബന്ധപ്പെട്ട ചൈൽഡ് കോർട്ടിൽ ഹാജരാക്കിയിട്ടുണ്ട്. നിലവിൽ വെളിമാടുകുന്ന് ജുവനൈൽ ഹോമിലേക്ക് ഷിഫ്റ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. നിലവിലത്തെ അന്വേഷണത്തിനകത്ത് നമുക്ക് മറ്റൊരാൾക്ക് പങ്കുള്ളതായിട്ട് അറിയാനായിട്ട് കഴിഞ്ഞിട്ടില്ല. പക്ഷേ വിശദമായിട്ടുള്ള അന്വേഷണം, ഈ കുട്ടികളുടെ മൂവ്മെൻറ്റ് വിവിധ ബസ്സുകളിലെല്ലാം കയറിയിട്ടാണ് ഈ പറഞ്ഞ കരുവാരക്കുണ്ടിൽ നിന്ന് വണ്ടൂർ വരേക്ക് എത്തിയെന്നുള്ള പറയുന്നത്. അപ്പോൾ അതിൻ്റെ എല്ലാം CCTV വിഷ്വൽസ് അടക്കം ഇന്നിപ്പോൾ എൻ്റെ ടീം DYSP പെരിന്തൽമണ്ണയുടെ നേതൃത്വത്തിലുള്ള സ്പെഷ്യൽ ടീമാണ് അന്വേഷിക്കുന്നത്, ഡാൻസ് ഓഫ് അംഗങ്ങൾ ഉൾപ്പെടെ. അപ്പോൾ അവർ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏതെങ്കിലും രീതിയിലൊരു തേർഡ് പേഴ്സൺ ഇതിലുണ്ടായിരുന്നു എന്നുള്ളത് വിശദമായിട്ട് തന്നെ നമ്മൾ അന്വേഷിക്കുന്നുണ്ട്. ഈ ചൈൽഡ് ഇൻ കോൺഫ്ലിക്റ്റ് വിത്ത് ലോ നിയമമായി പൊരുത്തപ്പെടാത്ത കുട്ടി, അവൻ്റെ മൊബൈൽ ഫോൺ നമ്മൾ വിശദമായി പരിശോധിക്കുന്നുണ്ട്. CDR കളക്ട് ചെയ്ത് അത് പ്രകാരമുള്ള അന്വേഷണവും ആ സമയത്ത് അവർ വിളിച്ചിരുന്നതും അവനെ വിളിച്ചിരുന്നതായിട്ടുള്ള ആളുകളെല്ലാം നമ്മൾ വെരിഫൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇപ്പോൾ ഈ മൊമെൻറ്റ് വരേക്കും നമുക്ക് മറ്റൊരു ഇൻ്റർവെൻഷൻ ഉള്ളതായിട്ട് അറിയാൻ കഴിഞ്ഞിട്ടില്ല. പക്ഷെ അത് തീർച്ചയായിട്ടും വിശദമായിട്ട് തന്നെ പരിശോധിക്കും. ഇപ്പം നിലവിൽ മനസ്സിലായിരിക്കുന്നത് വെച്ചിട്ട് അയാളുടെ ഫോണിൽ നിന്ന് തന്നെയാണ് ഈ പെൺകുട്ടി അമ്മയെ തലേ ദിവസം വിളിച്ചതായിട്ട് അറിയിക്കുന്നത്. പ്രണയമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളൊരു അസ്വാരസ്യമാണ് നമുക്ക് പ്രാഥമികമായിട്ട് മനസ്സിലാവുന്നത്. പക്ഷെ എന്നിരിക്കലും മോട്ടീവ് എന്നുള്ളത് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് പോകേണ്ടതുണ്ട്. പിന്നെ നമ്മളുടെയും പരിമിതികൾ, കുട്ടിയായതുകൊണ്ട് തന്നെയുള്ള ക്വസ്റ്റ്യനിങ്ങിൻ്റെ പരിമിതികളും എല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും കൂടുതലായിട്ട് അന്വേഷിക്കേണ്ടതുണ്ട് അതിനകത്തേക്ക്. വേറെ ഏതെങ്കിലും രീതിയിലുള്ള ഒരു മോട്ടീവ് അതിനകത്ത് ഉണ്ടായിരുന്നു എന്നുള്ളത് പ്രാഥമികമായിട്ട് ഈ പറഞ്ഞ കാര്യം തന്നെയാണ് മനസ്സിലാവുന്നത്. ഇന്നിപ്പോൾ പോസ്റ്റ്മോർട്ടം നടക്കുന്നേ ഉള്ളൂ. എന്തെങ്കിലും അങ്ങനെ ഒരു ഇൻഫർമേഷൻസ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ പരിശോധിക്കേണ്ടിയിരിക്കുന്നു. മെഡിക്കൽ പരിശോധനയിൽ നിലവിൽ അങ്ങനെ വെളിവായിട്ട് കാണുന്നില്ല. തീർച്ചയായിട്ടും ആ ആംഗിളും കൂടി നമ്മൾ പരിശോധിക്കും. അതെ, ആ ഒരു രീതിയിൽ മറ്റൊരു അഫെയറിൻ്റെ കാര്യം എന്നൊക്കെ ഉള്ളതാണ് ഈ ചൈൽഡ് ഇൻ കോൺഫ്ലിക്റ്റ് വിത്ത് ലോ നമ്മളോടിപ്പോൾ പറയുന്നത്. പക്ഷേ അത് തീർച്ചയായിട്ടും വി നീഡ് ടു കൊറോബറേറ്റ്. അതിനകത്ത് ഫർദർ ഇൻവെസ്റ്റിഗേഷൻ വലിയ രീതിയിൽ തന്നെ നമ്മൾ നടത്തേണ്ടതുണ്ട്. ഈ പറയുന്ന മോട്ടീവും ഇതും ശരിയാണോ എന്നുള്ളത്. പോലീസിലൊരു പരാതി വന്നതായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്നതാണ്. രണ്ടുപേരും സ്കൂൾ വിദ്യാഭ്യാസത്തിൽ തന്നെ നിൽക്കുന്നതാണ്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് ഇവരുടെ വീട്ടുകാർക്ക് അത് അറിയാമായിരുന്നു എന്നുള്ള ഇൻഫർമേഷനും അറിയുന്നുണ്ട്. അപ്പോൾ എൻ്റെ ടീം ഇവരുടെ എല്ലാവരുടെയും സ്റ്റേറ്റ്മെൻറ്റ്സ്, ഇന്നലെ നമ്മളെ സംബന്ധിച്ചിടത്തോളം പരിമിതികളുണ്ടായിരുന്നു. ഇറ്റ്സ് ബീൻ ജസ്റ്റ് 24 hours. അവരെ ഷോക്കിൽ നിന്ന് കുട്ടിയുടെ പേരൻസിനെയൊക്കെ നമുക്ക് സമാധാനമായിട്ട് അവരോട് റിക്കളക്ട് ചെയ്യിപ്പിക്കുന്ന ലെവലിലേക്കുള്ള ഇൻവെസ്റ്റിഗേഷൻ എത്തിക്കുന്നേ ഉള്ളൂ. ഇന്ന് അതിൻ്റെ പ്രൊസീജിയറിലേക്ക് കടക്കും. ഇപ്പം ബേസിക് പ്രൊസീജിയേഴ്സ് എല്ലാം ഇന്ന് ഉച്ചയോടുകൂടി പോസ്റ്റ്മോർട്ടം കഴിയുന്നതോടുകൂടി കഴിയും. അതിനുശേഷം ഞങ്ങൾ ഡെപ്തിൽ അത് നോക്കും. ഏതെങ്കിലും രീതിയിലുള്ളൊരു മറ്റൊരു സംഭവം ഉണ്ടെങ്കിൽ വിൽ ഗോ ഡീപ്പ് ഇൻടു ദാറ്റ്.
ഇപ്പോൾ നിലവിൽ എൻ്റെ കയ്യിലുള്ള കാര്യങ്ങൾ വെച്ചിട്ട് അന്നത്തെ പകൽ അവർ യാത്ര ചെയ്ത് ഇന്ന സ്ഥലത്ത് എത്തിയിട്ടുണ്ടെന്നുള്ളതാണ് മനസ്സിലാകുന്നത്. ഏകദേശം ഉച്ചയ്ക്ക് ശേഷം 4 മണി 3 മണിയോടുകൂടി അവിടെ എത്തി എന്നുള്ളതാണ് ഇപ്പോൾ നിലവിലുള്ള തെളിവുകൾ വെച്ചിട്ടല്ല, മൊഴികൾ വെച്ചിട്ട് നമുക്ക് മനസ്സിലാവുന്നത്. അതിൻ്റെ ഇടയിൽ ഇവർ എന്താണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്തതെന്നുള്ളത് ഇപ്പോൾ നമ്മുടെ കയ്യിൽ ഒരു തേർഡ് പേഴ്സൺ അതിലില്ലാത്തത് കൊണ്ട് പ്രതി അല്ലെങ്കിൽ ചൈൽഡ് ഇൻ കോൺഫ്ലിക്റ്റ് വിത്ത് ലോ പറയുന്നതേ നമുക്ക് പറയാനായിട്ട് കഴിയുന്നുള്ളൂ. ആയതുകൊണ്ട് തന്നെ ഒന്നുകൂടി അത് കൊറോബറേറ്റ് ചെയ്യേണ്ടതുണ്ട്. അത് വീണ്ടും ഒന്ന് CDR വെച്ചിട്ട് നമ്മളത് പരിശോധിക്കാനായിട്ടാണ് ഇപ്പം ഇന്നലെ ഇൻസ്ട്രക്ഷൻ കൊടുത്തിരിക്കുന്നത്. അവിടെയും റെയിൽവേ സ്റ്റേഷനിലൊക്കെ ഇവരെ കണ്ടതായിട്ട് പറയുന്ന വ്യക്തികൾ ഉണ്ട്. പക്ഷേ ഇത് മുന്നേ ഇത് ഈ രീതിയിൽ കണ്ടിട്ടുണ്ടോ എന്നുള്ളത് നമ്മൾ നോക്കേണ്ടിയിരിക്കുന്നു. കുട്ടി യൂണിഫോമിലായിരുന്നില്ല പോയിരുന്നതെന്നുള്ളതും പറയണ്ട. അപ്പോൾ ഞാൻ CCTV വിഷ്വൽസ് കളക്ട് ചെയ്തതിന് ശേഷം മേ ബി വിൽ ഹാവ് എ ബെറ്റർ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് എങ്ങനെയായിരുന്നു പോയി എന്നുള്ളത്. ഇല്ല, കുട്ടി ഇയാളുടെ കൂടെ ആയിരിക്കാമെന്നുള്ളൊരു ഈ ഇൻഫർമേഷൻ ഓൾറെഡി ഫാമിലിക്കും പൊതുവിൽ അറിയാവുന്ന ഒരു കാര്യം കൂടി ആയതുകൊണ്ട് സ്വാഭാവികമായിട്ടും ആദ്യത്തെ ചോദ്യം ഇപ്പോൾ ഈ ചൈൽഡ് ആണെന്നുണ്ടെങ്കിലും ഇപ്പോൾ നിയമമായി പൊരുത്തപ്പെടാത്ത കുട്ടിയാണെന്നുണ്ടെങ്കിലും തലേദിവസം ഞാൻ കണ്ടിരുന്നു എന്നുള്ളൊരു കാര്യം ഫസ്റ്റ് ഇതിൽ തന്നെ റിവീൽ ചെയ്തിരുന്നു. ഫർദറായിട്ട് പിന്നുള്ള ചോദ്യം ചെയ്യലാണ്. ഇപ്പോഴുള്ള രീതിക്ക് നമുക്ക് മനസ്സിലായിരിക്കുന്നത്. അവിടെ നിന്ന് തെളിവ് ശേഖരണം നമ്മൾ നടത്തിയിട്ടുണ്ട്. അത് കൺഫർമേറ്ററി ആക്കണമെന്നുണ്ടെങ്കിൽ അത് കുട്ടിയുടെ എല്ലാ സാധനങ്ങളും എല്ലാം അവിടെ നിന്ന് തന്നെ നമുക്ക് ലഭിച്ചിരിക്കുന്നത്. അപ്പോൾ കുട്ടി അവിടെ മറ്റൊരു സ്ഥലത്ത് കൊണ്ടുവന്നിടാനുള്ള സാഹചര്യം ഇപ്പം നമ്മൾ സംശയിക്കുന്നില്ല. സീൻ ഓഫ് കറൻസ് ആയിട്ട് അതൊന്നും ഇൻക്വസ്റ്റിൽ നമുക്കൊന്നും തന്നെ ഓൾമോസ്റ്റ് എല്ലാം ഇൻടാക്റ്റ് ആയിട്ട് തന്നെയാണ് മനസ്സിലായിരിക്കുന്നത്. ഇനി അതെല്ലാം അഗെയിൻ ഫാമിലിയെ വി നീഡ് ടു റോപ്പിൻ. ഇന്നലെ നമുക്കിതൊന്നും ക്രോസ് ചെക്ക് ചെയ്യാനോ വെരിഫൈ ചെയ്യിപ്പിക്കാനോ കഴിഞ്ഞിട്ടില്ല. ഇന്നിപ്പോൾ SITയുടെ അന്വേഷണമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ തീർച്ചയായിട്ടും അവർ റോപ്പിൻ ചെയ്തിട്ട്